ഹായ് നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പാനിപൂരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം ആദ്യം തന്നെ. അപ്പോൾ ഈ ഒരു 4 ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി അത് വേവട്ടെ കേട്ടോ. അത് വേവുമ്പോഴേക്ക് നമുക്ക് കുറച്ച് മീട്ടാപ്പാനി ഉണ്ടാക്കാനുള്ള പുളി കുറച്ച് വെള്ളത്തിലിടണം. അപ്പോൾ ഞാൻ ഇത്രയും പുളിയാണ് കേട്ടോ വെള്ളത്തിലിടുന്നത്. ഒന്ന് കുതിരണം. കുതിരാനായിട്ട് വെള്ളത്തിലിട്ടേക്കട്ടെ കേട്ടോ. ഇനി ഇത് കുതിരുമ്പോഴേക്കും നമുക്ക് അടുത്ത് മസാല തയ്യാറാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് വേവുമ്പോഴേക്കും ഇത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 സവാളയും ഒരു 4 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പോണു. അപ്പോൾ സവാള നല്ലോണം ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സവാളയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും പിന്നെ വേവിച്ച് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ചാട്ട് മസാല കേട്ടോ. അപ്പോൾ അതും കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ചാട്ട് മസാല ഇടുന്നുണ്ട് കേട്ടോ. ചാട്ട് മസാല ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ. ഇനി നല്ലോണം മിക്സ് ചെയ്യട്ടെ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇനി ശർക്കര നമുക്ക് ഉരുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 5 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വയ്ക്കാം. ഒന്ന് അവിടെ ഇരുന്ന് ഉരുങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് പുളി പിഴിഞ്ഞ് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ശർക്കര ഒന്ന് ഉരുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മീട്ടപ്പാനിലേക്കുള്ള പുളി പിഴിഞ്ഞ് അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ പുളിയൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ശർക്കര കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ശർക്കരപ്പാനി. ഇനി നമുക്ക് പുളിവെള്ളത്തിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇനി പുളിയിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചാറ്റ് മസാല. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് പുതിന ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനം മെയിനായിട്ട് പുതിന, പിന്നെ മല്ലിയില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലോണം അരച്ചെടുത്ത് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചെടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. 2 പച്ചമുളക് ഇടാൻ പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് അരച്ചെടുത്തത്. ഇനി അരച്ചെടുത്ത് കാണിച്ചു തരാം. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുക. എൻ്റെ അടുത്ത് നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കി എടുക്കണ്ടേ.
ഇനി ഇതിലേക്ക് നേരത്തെ ഇട്ട പോലെ തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ചാറ്റ് മസാല, കുറച്ച് ജീരകപ്പൊടി. അയ്യോ, ജീരകപ്പൊടി കുറച്ച് കൂടുതൽ വീണു കേട്ടോ, സാരമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പുതിന വെള്ളവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് പാനിപൂരി ഉണ്ടാക്കണം. അത് ഇപ്പോൾ വറുത്ത് പോരാ കേട്ടോ. ഇതോടെ മാറ്റി വെച്ചിട്ട്, അപ്പോൾ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടാവട്ടെ. അവയ്ക്ക് നമുക്ക് പാനിപൂരി പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച പാനിപൂരിയുടെ പാക്കറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ പാനിപൂരിയുടെ. ഇത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തിട്ട് കാണാം. അപ്പോൾ ഇനി അത് എല്ലാതും വറുത്തെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങോട്ട് പറ്റുമോ?